ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADHD സ്ട്രഗിൾസും സ്ട്രെങ്ത്തും ആണ് കേട്ടോ. ADHD ഉള്ള ഒരുപാട് പേര് ശരിയായ സപ്പോർട്ട് കിട്ടാതെ നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലർക്ക് അവർ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതെയും ഉണ്ട്. അതായത് അവരുടെ സ്ട്രഗിൾസിന് പേരില്ല എന്നാണ് കരുതുന്നത് തന്നെ. എല്ലാം ഒരു തോന്നലായോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെയെന്നുള്ള ചിന്തകളായിട്ടൊക്കെ ഒരുപാട് പേര് വല്ലാതെ പ്രയാസത്തിലാണ്. ഈ പോഡ്കാസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ കേട്ട് നോക്കുക. ഇതിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി ഇത് നിങ്ങളെക്കുറിച്ചാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ സ്ട്രഗിൾസ് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ADHD ഉള്ള സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരിയറിലും ഫാമിലിയിലും റിലേഷൻഷിപ്പിലും പാരൻറ്റിങ്ങിലും അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാനും ഒക്കെ ADHD ഉള്ള സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. കരിയറിലാണെങ്കിൽ ആദ്യത്തെ പ്രശ്നം വരുന്നത് ടൈം മാനേജ്മെൻറ്റിലായിരിക്കും. ഡെഡ് ലൈൻ ഫോളോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ടാസ്കുകൾ മറന്നു പോവുക, അല്ലെങ്കിൽ ഇമെയിൽ ചെക്ക് ചെയ്യാൻ മറന്നു പോവുക, മീറ്റിങ്സ് മറന്നു പോവുക, അതുപോലെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവും അല്ലേ, അതൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് കഴിയില്ല. വന്നു പോകുന്ന മിസ്റ്റേക്സ് അത് തിരുത്താനായിട്ട് ഓവർ വർക്ക് ചെയ്യുന്ന അവസ്ഥയും വരും. അതായത് ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ജോലി സ്ഥലത്തൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈം എടുത്ത് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കും അവർ ഫേസ് ചെയ്യുക. ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആനിവേഴ്സറി മറക്കുക, അല്ലെങ്കിൽ ബില്ല് ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ഇതൊക്കെ മറന്നു പോകുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല പറയുന്നത്, പുരുഷന്മാർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. സ്ത്രീകളിലുള്ള ADHD ഫോക്കസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ കേട്ടോ. പൊതുവേ മടിച്ചി എന്നുള്ള പേരായിരിക്കും കേൾക്കുക, അല്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല എന്നുള്ള പേരായിരിക്കും കേൾക്കുക ഫാമിലിയിലൊക്കെ. പക്ഷേ മടിച്ചായത് കൊണ്ടല്ല, ഇതെന്തോ ഉണ്ട് എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള ചോദ്യം 1000 വട്ടം ചോദിക്കുന്നവരായിരിക്കും ഈ ഒരു പേര് കിട്ടുന്നത് വരെ. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടാവും അല്ലേ. ആ സമയത്ത് പുറമേ നിന്നുള്ള കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ ഓവർ ഷെയറിങ്, നിർത്താതെ സംസാരിക്കുക, എല്ലാം കൊണ്ടുപോയി അബദ്ധത്തിലേക്ക് എത്തിക്കുക. അതായത് സംസാരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കും. അതായത് അങ്ങനെ തന്നെ വേണം പറയാൻ. സംസാരിച്ച് മനസ്സ് ശുദ്ധമായിരിക്കും, പക്ഷേ സംസാരിച്ച് അവസാനം എല്ലാ തെറ്റിദ്ധാരണയും വന്നു ചേരുന്നത് ADHD ഉള്ള സ്ത്രീകളിൽ തന്നെ ആയിരിക്കും. ഈ പറയുന്ന കാര്യമൊക്കെ ADHD ഉണ്ടായാലും മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ട്രോമയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ട്രോമയല്ല ADHD ആണ് എന്നാണെങ്കിൽ അത് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പാരൻറ്റിങ്ങിലാണെങ്കിൽ സ്കൂൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിൽ ആഴ്ചക്ക് ഓരോ പരിപാടി ഉണ്ടാവും അല്ലേ. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത് മുൻപിൽ നിൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് പഠിപ്പിച്ചാൽ നാളെ പഠിപ്പിക്കാൻ പറ്റില്ല, മറ്റന്നാളെ പഠിപ്പിച്ചാൽ അതിൻ്റെ അടുത്ത ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. എല്ലാം പ്രയാസമായിരിക്കും. പിന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ എപ്പോഴും ഞാൻ അത്ര പോരാ, ഞാനൊന്നും നോക്കുന്നില്ല എന്നുള്ള ചിന്ത ഒരിക്കലും നിർത്താൻ പറ്റില്ല. എപ്പോഴും ഓവർവെൽമിംഗ് ആയിട്ടാണ് തോന്നുക, ഒന്നും മാനേജ് ചെയ്തിട്ട് എത്താൻ പറ്റില്ല. പിന്നെ കുട്ടികളോടൊക്കെ ഇംപേഷ്യൻ്റ് ആയിരിക്കും, ക്ഷമ കാണിക്കാൻ കഴിയില്ല. കാരണം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു കൃത്യവും ഇല്ലാതെ അങ്ങനെ ഇങ്ങനെ അടിമറിഞ്ഞ് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളോട് ക്ഷമ കാണിക്കാൻ കഴിയുക അല്ലേ. മനസ്സെപ്പോഴും നിറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ചെയ്യാനുള്ള ലോഡിൻ്റെ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരും, എന്നാൽ ചെയ്ത് തീരുന്നുണ്ടാവില്ല. എല്ലാം ഡെഡ് ലൈന് കഴിഞ്ഞിട്ടുണ്ടാവും, അതിലേക്ക് ഓടിയെത്താൻ പറ്റുന്നുണ്ടാവില്ല. ടീച്ചേഴ്സിൻ്റെ വഴക്ക്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ പലതരത്തിലുള്ള സംസാരങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി പൊട്ടിത്തെറിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ കാണാൻ കഴിയില്ല. ഞാനിതിൽ വോയിസ് വീണ്ടും കുറച്ച് ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. നിങ്ങൾക്ക് ADHD ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക,
നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച് ഡയഗ്നോസ് ചെയ്യുക കേട്ടോ. ഇതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മുടെ ഇതേ പ്രശ്നം കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നായിരിക്കും. ഇതൊക്കെ ഇത്രയും ക്ലിയറായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ശരിക്കിപ്പോൾ എൻ്റെ കുട്ടികളുടെ ഡയഗ്നോസ് കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞു, ഒരാളുടെ ADHD, മൂത്ത ആളുടെ ADHDയും രണ്ടാമത്തെ ആളുടെ ഓട്ടിസം ലെവൽ 1 ഡയഗ്നോസ് രണ്ടുപേരും ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും എൻ്റെ സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും അതിങ്ങനെ ക്ലിയർ ആവാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നു സാധാരണ ഒരാൾ ചെയ്യുന്നതിനേക്കാളും എനിക്ക് എന്തുകൊണ്ട് കുറേ ടിപ്സും ട്രിക്സും ടൂൾസും ഒക്കെ വേണം എന്നുള്ളത് എനിക്കിപ്പോഴാണ് ക്ലിയർ ആവുന്നത്. എൻ്റെ ബ്രെയിനിൽ ADHDയും ഓട്ടിസവും ഉണ്ട് എന്നുള്ളത്, അതായത് ബ്രെയിനിലുള്ള ചെറിയ വ്യത്യാസമാണിത് അല്ലേ. നമുക്ക് ADHD ഉണ്ട് അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ലൈഫിൽ ഫെയിൽ ആവുന്നില്ല. ADHD ഉള്ള ഓട്ടിസം ഉള്ള ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞാൻ കഴിയുമെങ്കിൽ അവസാന ഭാഗത്ത് ADHD ഉള്ള അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന വലിയ വലിയ ആൾക്കാരുടെ പേര് തന്നെ ഞാൻ കഴിയുന്നതും ചേർക്കാനായിട്ട് നോക്കാം. അത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഫെയിൽ ആവുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് മെൻ്റൽ ഓവർലോഡ്, നമുക്ക് എപ്പോഴും ഒരുപാട് ടാബ്സ് ഓപ്പൺ ആയിരിക്കും നമ്മുടെ തലക്കകത്ത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നുണ്ടാവും. ഒന്നെടുത്താൽ അടുത്തത് ചെയ്യണം, അടുത്തെടുത്താൽ മറ്റേ ചെയ്യണം. ഇതിൻ്റെ ഡെഡ്ലൈനായി, മറ്റേത് ഡെഡ്ലൈൻ കഴിഞ്ഞു, ഇനി മറ്റേ ടീച്ചറുടെ വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ ഇനി ബോസിൻ്റെ വഴക്ക് കേൾക്കും. ഈ രീതിയിലായിരിക്കും ലൈഫ് പോവുക. പിന്നെ സെൻസറി ഓവർവെൽമ്, അതായത് കുട്ടികളുടെ ശബ്ദങ്ങൾ പ്രശ്നമായിട്ട് മാറും, അല്ലെങ്കിൽ കുട്ടികളുടെ തൊടലായിക്കോട്ടെ, അതായത് ടച്ച്, കുട്ടികളുടേന്ന് മാത്രമല്ല ജോലി സ്ഥലത്തുള്ള കലപില, ഒച്ചപ്പാട് എല്ലാം പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. തനിച്ചിരിക്കാനാണ് തോന്നുക. ചിലപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ പെരുമാറിയെന്ന് വരും. ഒരുപാട് ഒച്ചയും ബഹളവും ആയിരിക്കും നമുക്ക് വേണ്ടത്. ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ലോൺലി ആയിട്ട് വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഇതിൽ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്ന് സ്വയം രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ടാവും ഒരുപാട് തവണ ഓരോ ദിവസവും. പിന്നെ ഫിസിക്കൽ എക്സോഷൻ നമുക്ക്, അതായത് ഇതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലിയും ടയേർഡാവും. നമുക്ക് ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ കുളിയും നമ്മുടെ സെൽഫ് കെയറും നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയില്ല നോർമലി. വേണ്ട ടിപ്സും ട്രിക്സും ടൂൾസും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മാത്രം, നമ്മുടെ കയ്യിലില്ലെങ്കിൽ മാത്രം. ഈ സ്ട്രഗിൾസൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ശരിക്കും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നതും. പക്ഷേ എപ്പോഴും ഞാൻ ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ ഈ ടിപ്സും ട്രിക്സും ടൂൾസും ഒന്നും ഇല്ലാതെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ആവുന്നത് വരെ കുറേ ടിപ്സ് വേണം, ട്രിക്സ് വേണം, ടൂൾസ് വേണം. ഞാൻ മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളത് ഇപ്പോൾ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട്, ഈ എഴുതുന്ന സമയത്ത് അതങ്ങ് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇതൊക്കെയും എഴുതണം. ആ ഒരു ലെവലിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയും ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്നോട് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളും, മറ്റുള്ളവർ ചോദിക്കുന്ന ഒരിക്കലും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഡിഫറെൻ്റായിട്ട് കാണുമ്പോൾ ചോദ്യങ്ങൾ വരും. ഇതൊക്കെയും ഇതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയുമാണ് ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നത്. മെഡിസിൻ കഴിക്കുന്ന ലെവലിലേക്ക് പോലും ഞാൻ എത്തി. അതാണ് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാർമക്കോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. കാരണം ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഫുള്ളായിട്ടുണ്ട്. അങ്ങനെയാണ് ഫാർമക്കോതെറാപ്പി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ബ്രെയിൻ എന്താണെന്നുള്ളത് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്ത് മുതൽ ശരിക്കും എനിക്ക് എന്നെ ക്ലിയർ ആവാൻ തുടങ്ങി. എനിക്ക് നിങ്ങളെയും ആഴത്തിൽ ഇനി അങ്ങോട്ടേക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കുറേ കുട്ടികൾക്ക് എൻ്റെ കുട്ടികളുടെ അതേ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി എനിക്കറിയാം. കുറേ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞതുണ്ട്. ഞാൻ ഓരോ വീഡിയോസിലായിട്ട് ഓരോ കാര്യവും ക്ലിയർ ആക്കാം കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തിലും ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കുക. ചിലപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പറയും കുറേ പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ്, കുറേ വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ്, എല്ലാം തോന്നലാണ്, ഒക്കെയും വെറുതെ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്ന പാത്തിലൂടെ നടക്കുക. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമുണ്ട്.
നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആരെയും പേടിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടതുമില്ല. നല്ല കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ഇപ്പോൾ നമ്മുടെ ഫാബുലസ് ഫാമിലി എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഞാനുമായിട്ട് കണക്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ അധികവും ഈ സെൻസറി ഇഷ്യൂസോ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേഴ്സൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറേ ടിപ്സും ട്രിക്സും യൂസ് ചെയ്താൽ മാത്രം ലൈഫ് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക, എപ്പോഴും ഒരു കണക്ഷൻ വെക്കുക. ഇപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എനിക്ക് വരുന്ന മെസ്സേജാണ്, ഇത്ര നേരവും വെറുതെ ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ മടിച്ചിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു. അതിനകത്തെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഇതൊരു ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ഒരാളിങ്ങനെ പറയില്ല. ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 by 1 കാര്യങ്ങൾ ചെയ്ത്, ഓഫീസാണെങ്കിൽ ഓഫീസ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത്, ആരും അതിനയുടെ സ്റ്റാറ്റസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതിനയുടെ സ്റ്റാറ്റസ് കണ്ടാൽ മോട്ടിവേഷൻ എന്നില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ വന്നാലും ചെയ്തിരിക്കും. ന്യൂറോ ഡൈവേഴ്ജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ രീതിയിൽ തലവർക്കാവുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സമാധാനമാണ്, അവർ സേഫ്റ്റിയാണ്. ഞാൻ കുറച്ച് ദിവസം നടന്ന് പിന്നെ നടക്കാത്തതിൻ്റെ പോസ്റ്റ് നടക്കാൻ പോയി അതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് പിന്നെ നടക്കാൻ പോകാത്തതിൻ്റെ കാര്യങ്ങൾ ഇട്ടപ്പോൾ കുറേ പേർക്കപ്പോൾ അതിനെയും നമ്മളെപ്പോലെ തന്നെ ആണല്ലേ എന്നുള്ള ചോദ്യമൊക്കെ. നിങ്ങളെപ്പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്. നിങ്ങളുടെ ബ്രെയിനും എൻ്റെ ബ്രെയിനും തമ്മിൽ ഒരുപാട് ചേർച്ചയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം ഒരു കണക്ഷൻ ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഈ ADHD സ്ട്രഗിളുള്ള ഒരാൾക്ക് ശരിയായ രീതിയിലുള്ള കോച്ചിങ് അല്ലെങ്കിൽ തെറാപ്പി, സപ്പോർട്ട്, മെഡിക്കേഷനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ ലൈഫ് പോകുകയെന്നുള്ളത് നോക്കാം. സ്ട്രെസ്സ്, എപ്പോഴും സ്ട്രെസ്സായിരിക്കും. ആങ്സൈറ്റി, ഡിപ്രഷൻ വളരെ നോർമലായിരിക്കും. ചെറിയ കാര്യത്തിന് പോലും ആങ്സൈറ്റി. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജോലിയിൽ നിന്ന് മറ്റേതെന്ന് അടുത്തതിലേക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആങ്സൈറ്റി കൂടി ആവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ADHD ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആളിപ്പോൾ ആങ്സൈറ്റി വരുന്ന ലെവലിലല്ല ഉള്ളത്. ആളുടെ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ആൾക്കറിയാം ആളുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആളുടെ ലൈഫ് പോകുന്നത് ആൾക്കൊരു ഇപ്പോൾ സ്കൂളിൽ നിന്നൊരു കാര്യം പഠിക്കാനുണ്ട്, അത് പഠിക്കാനുള്ള പുസ്തകം തുറന്നു വെച്ചിട്ട് പിന്നെ ആൾ ചെയ്യുന്നുണ്ടാവുക വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ പിന്നെയും പുസ്തകത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ ആൾ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. അതിങ്ങനെ ശ്രദ്ധ പോവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ആൾ വിട്ടുപോയി, മറന്നുപോയി. ഇങ്ങനെ സമയം നമ്മുടെ രാത്രിയൊക്കെയാണ് പ്രത്യേകിച്ചും പ്രശ്നം ഇതിന് മുൻപൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈകുന്നേരം മുതലേ തന്നെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾക്ക് ഈ ആങ്സൈറ്റിയുടെ ലെവലിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാത്തൊരു പാരൻ്റ് ആണെങ്കിൽ, അതായത് കുട്ടിക്ക് ADHD ആണ് എന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ, ഈ കുട്ടീനെ വഴക്ക് പറയുമ്പോൾ കുട്ടി ചെറിയ പ്രായം മുതലേ ആങ്സൈറ്റി കൂടാൻ തുടങ്ങും അല്ലേ. ചെറിയ ആങ്സൈറ്റി, നമുക്ക് ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് തീർച്ചയായും നല്ലതാണ്. പക്ഷേ അതല്ല, നമ്മൾ പാരൻസ് എപ്പോഴും വല്ലാതെ പുഷ് ചെയ്ത് ഷൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുട്ടി ചെറിയ പ്രായം മുതലേ തന്നെ ഈ ആങ്സൈറ്റി കൂടി പിന്നെ ക്രോണിക്കായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാറ്റിനും ആങ്സൈറ്റി കൂടി തളരുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളിതിനെ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ആങ്സൈറ്റീൻ്റെ മലയാളം ആശങ്ക. നമ്മുടെ എല്ലാറ്റിലും നമ്മളിങ്ങനെ ചിന്തകളിങ്ങനെ അയ്യോ എന്നുള്ള ഇത് മലയാളം മാത്രം അറിയുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഇതിൽ പല ടേംസും ഇംഗ്ലീഷിൽ തന്നെ പറയുമ്പോൾ പിന്നെയാണ് ആലോചിക്കാറുള്ളത്. മലയാളം മാത്രം അറിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറ്റുന്നത്ര കാര്യങ്ങൾ മലയാളം യൂസ് ചെയ്യാൻ തന്നെ നോക്കാം. അതായത് എല്ലാറ്റിലും ഒരുപാട് ചിന്ത വന്ന് തളരുന്ന അവസ്ഥ, അല്ലെങ്കിൽ എല്ലാറ്റിലും ആശങ്ക. ഇത് ചെയ്യാമോ, ഇതാണോ ഞാനിപ്പോൾ ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ സമയം കിട്ടാതെ പോവോ, സമയം തികയാതെ പോവോ, ഇതിനുള്ള സമയം എനിക്കുണ്ടോ. ഈ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ ഒരുപാട് വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ADHD ഉള്ള കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഒരുപാട് വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൈൻഡിൽ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ, എനിക്കൊന്നിനും സമയമില്ല. ഇത് തന്നെ ആയിരിക്കും അവർ റിപ്പീറ്റ് ചെയ്ത് സ്വന്തത്തോട് പറയുന്നത്. എനിക്ക് ഒരു കാര്യത്തിനും സമയമില്ല. കാരണം അവർ അവിടെ ഇവിടെ സ്റ്റേഷൻ കട്ടാകുമ്പോൾ പിന്നെ സമയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ശരിയായ രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളും എന്തായിരിക്കും, ക്രോണിക് സ്ട്രെസ്സായിരിക്കും, എപ്പോഴും സ്ട്രെസ്സായിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും. ഇതൊക്കെയും അവസാനം ഡിപ്രഷനിലേക്ക് എത്തിക്കും. പിന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒന്നും ശരിയായ സന്തോഷത്തിൽ സമാധാനത്തിൽ പോവില്ല. കാരണം എപ്പോഴും മെൻ്റലി ഫിസിക്കലി ഓട്ടമായിരിക്കുമല്ലോ. ഫാമിലി ബോണ്ട് കൂട്ടാനുള്ള സമയമൊന്നും കിട്ടില്ല.
പാർട്ട്ണറുമായിട്ട് സമയം ചെലവഴിക്കാനൊന്നും കഴിയില്ല. എപ്പോഴും ചിന്ത എന്തായിരിക്കും? അതിന് സമയമില്ല, ഇതിന് സമയമില്ല, ഈ ഒരു ചിന്തയായിരിക്കും. പിന്നെ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. എപ്പോഴും ഒരു തകർന്ന എനിക്ക് കുറേ കാലം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു തകർന്നടിഞ്ഞ അവസ്ഥ, എൻ്റെ മനസ്സൊക്കെ ആകെ പൊട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് കുറേ കാലമൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു റെസ്റ്റ് കിട്ടാത്ത പോലെ, ഹസ്ബൻഡുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ പോലും, അതായത് അതിനായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ പോലും അതങ്ങോട്ടങ്ങ് മനസ്സിലൊരു സമാധാനം തരാത്ത പോലത്തെ ഒരവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ADHD ഉള്ള ആൾക്കാർക്ക് ഒരു ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് എപ്പോഴും നല്ലതുണ്ടാവുക. പിന്നെ ഇമോഷണൽ ഈറ്റിംഗ്, അതായത് കിട്ടിയതൊക്കെ വാരി കഴിക്കുന്ന സ്വഭാവം, സ്ട്രെസ്സ് കുറക്കാനായിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുക, ഹെൽത്ത് നോക്കാതിരിക്കുക. പിന്നെ പാരൻറ്റിങ്ങിൽ എപ്പോഴും ഗിൽട്ടായിരിക്കും. അതായത് അങ്ങനെ ചെയ്തു പോയല്ലോ, ഇങ്ങനെ ചെയ്തു പോയല്ലോ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, എന്നിട്ട് പോലും ഞാൻ ഇന്ന പോലെ പെരുമാറിയല്ലോ. കുട്ടികളുമായിട്ടൊരു അടുപ്പമില്ലാത്ത പോലെ തോന്നും. എപ്പോഴും ഒറ്റക്കാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ തീരെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അസുഖത്തിൻ്റെ ഒരു വക്കിലായിരിക്കും. അല്ലെങ്കിൽ ഹെഡ് ഏക്ക് പോലുള്ള പ്രശ്നങ്ങൾ, അത് എപ്പോഴും ഉള്ളൊരു അവസ്ഥയാണ് ഉണ്ടാവുക. എപ്പോഴും സർവൈവൽ മോഡ്, അതാണ് ശരിയായ വേർഡ്, സർവൈവൽ മോഡിലായിരിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു അറ്റത്ത് നിൽക്കുന്ന പോലെ അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും വീണ് പോവാം, കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നഷ്ടപ്പെടാം. ഈ ഒരു അവസ്ഥയിലായിരിക്കും ജീവിക്കുക. ADHD ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, എല്ലാ കാര്യവും മാറ്റി വെക്കുക. രാവിലെ ചെയ്യേണ്ടത് ഉച്ചക്കേക്കാക്കുക, ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് രാത്രിക്കാക്കുക, രാത്രി ആയിക്കഴിഞ്ഞാൽ നെട്ടോട്ടോടുക. ഈ ലെവലിൽ എല്ലാം മാറ്റി വെക്കുക. ADHDൻ്റെ ലക്ഷണങ്ങൾ കേട്ടോ. പിന്നെ ടൈം ബ്ലൈൻഡ്നെസ്, സമയം എത്ര ആയി എന്നുള്ളതിൻ്റെ, അതായത് അരമണിക്കൂർ കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അങ്ങ് കണക്കിലില്ലാത്തൊരു കണക്കൊക്കെ വെക്കും. പക്ഷേ എല്ലാം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 5-8 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ ഇത്ര മണിക്കൂർ മതിയെന്ന് വിചാരിക്കും. പക്ഷേ അതായിരിക്കില്ല, അതിൻ്റെ ഡബിളായിരിക്കും എടുക്കുക. 8 മണിക്ക് നിങ്ങൾക്കിപ്പോൾ ഡോക്ടറത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി. ADHD ഉള്ള ഒരാളാണെങ്കിൽ 8 മണിക്കുള്ള അപ്പോയിൻമെൻറ്റിന് അവർ ഒരുങ്ങുന്നത് തന്നെ 8 മണിക്കായിരിക്കും. അതായത് ആ ഒരു 8 മണിയാണ് തലയിൽ പതിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അതിന് മുൻപുള്ള ഒരുക്കം, അതൊരു 2 മണിക്കൂർ മുൻപേ തുടങ്ങണം എന്നുള്ളത് തലയിൽ പതിയില്ല. ഇതൊക്കെ എനിക്ക് എപ്പോഴും ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. കാരണം 9 മണിക്ക് പോകേണ്ട ഒരു സംഗതിയാണെങ്കിൽ ആ 9 മണിയാണ് തലക്കകത്തുണ്ടാവുക. അപ്പോൾ 8:45 ഫ്രഷ് ആയി കഴിഞ്ഞാൽ 9 മണിക്ക് പുറത്തിറങ്ങാം എന്നുള്ള രീതിയിൽ എന്തോ അങ്ങനെ ചിന്തിക്കും. 8:45 തുടങ്ങും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഞാൻ പ്ലാനറിലേക്കൊക്കെ ഞാൻ മാറുന്നത് തന്നെ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ്. കാരണം എന്തും എഴുതി വെക്കാതെ എനിക്കാവില്ല. എഴുതി വെക്കാതെ ഒരു കാര്യം പോലും പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ബാക്ക്വേർഡ് നമ്മൾ റുട്ടീനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടൈം പുറകോട്ടേക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതായത് 10 മണിക്ക് ജോലി സ്ഥലത്ത് എത്തണമെങ്കിൽ എത്ര മണിക്ക് ഫ്രഷ് ആവണം, എത്ര മണിക്ക് വീട്ടിലെ ജോലികൾ തീർക്കണം, അതിന് മുൻപ് എന്ത് ചെയ്യണം, അപ്പോൾ എത്ര മണിക്ക് എഴുന്നേക്കണം. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ടാസ്ക്കായിട്ട് കൊടുക്കുന്നത് തന്നെ ഈ വക പ്രശ്നമുള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂഡ് സ്വിങ്സ് ധാരാളമായിട്ടുണ്ടാവും. ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ, പെട്ടെന്ന് ഓരോ തീരുമാനം എടുക്കുക, ആ തീരുമാനം തെറ്റായി പോവുക. പിന്നെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയി പോവുക. അതായത് നേരത്തെ എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞ പോലെ പോയ പോക്കിന് എവിടെയൊക്കെയോ എത്തും. പിന്നെ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊന്നും ഒരു ഓർമ്മയും ഉണ്ടാവില്ല. പിന്നെ തീരാത്ത ജോലികളുടെ വലിയൊരു സെറ്റ് തന്നെ കയ്യിലുണ്ടാവും. പകുതിക്ക് വെച്ച തുണി, പകുതിക്ക് വെച്ച പാത്രം, പകുതിക്ക് വെച്ച ഫുഡ്, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച എക്സസൈസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ പൊതുവേ ADHDക്കാർ കുറച്ച് മെസ്സി ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അത് സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ പഠിക്കും. ഇപ്പോൾ എൻ്റെ മോൻ ആദ്യം ഭയങ്കര മെസ്സി ആയിരുന്നു. പക്ഷേ പിന്നെ ഒരു റുട്ടീൻ ഞാനും ആദ്യമൊക്കെ കുറച്ച് മെസ്സി ആയിരുന്നു. പക്ഷേ പിന്നെ ഇതൊക്കെ എഴുതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല ക്ലിയറായി, ക്ലീൻ ആൻഡ് നീറ്റായി എന്ന് പറയാം. അപ്പോൾ നമുക്കിതിലൊക്കെയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ കുട്ടി ആദ്യമൊക്കെ നിലത്ത് ഡ്രസ്സ് ഇടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ ഡ്രസ്സ് അഴിച്ച് കഴിഞ്ഞാൽ ലോണ്ട്രി ആണെങ്കിൽ ലോണ്ട്രിയിൽ, അല്ലെങ്കിൽ കൊളത്തി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ആങ്കറിലിട്ട് വെക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്.
പിന്നെ കുറേ സംസാരിക്കുക, സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് സോൺ ഔട്ടായി പോവുക. അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എവിടെയൊക്കെയോ ആലോചിച്ചിട്ട് പിന്നെ ഇവരൊക്കെ എന്തായി സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ സ്റ്റേഷൻ കട്ടാവുക. പിന്നെ ചില കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, ക്ലീനിങ് ആയിരിക്കും. ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്ത കാര്യത്തിനടുത്തേക്ക് പോകാനേ പറ്റില്ല. പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുക. അതിപ്പോൾ എന്നോട് ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, എന്നോട് പറയണ്ട. കാരണം ഇവിടെ ബാത്റൂമിൽ പാട്ട് കച്ചേരി നടക്കുന്നുണ്ട്, കുട്ടികൾ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എന്നോട് ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഒരുമിച്ച് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നറിയാലോ എന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടത് അവിടെ നിന്ന് കുറേ ഇൻസ്ട്രക്ഷൻ ഒരുമിച്ച് തന്നു, കറക്റ്റായിട്ട് ഞാൻ തെറ്റിച്ചുകൊണ്ടേയിരിക്കുക. ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ന്യൂറോ ഡൈവേർജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തലയുണ്ട്, ഇവർക്കതറിയില്ല. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത്, ഇതിനാണോ വന്നത്, ഇത്രയും കാലം പഠിച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നന്നായിട്ട് കേട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ സമയത്ത്. അവർ വിചാരിക്കുന്നത് നമുക്ക് ബുദ്ധിയില്ലാന്ന്, പക്ഷേ ബുദ്ധിയല്ല ഇല്ലാത്തത്, ഇതൊക്കെ ബ്രെയിനിൻ്റെ കുറച്ച് പ്രശ്നമല്ല, എല്ലാവരുടെയും ബ്രെയിൻ ഡിഫറെൻ്റ് ആണ്. അത് ബ്രെയിനില്ലാത്ത ആൾക്ക് മനസ്സിലാവേ ഇല്ല. അതുപോലെ എൻ്റെ കുട്ടിയോടാണെങ്കിലും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ടൈം ടേബിൾ എടുത്തു വെക്ക്, പുസ്തകം ഇന്ന കാര്യം ചെയ്യ്, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ കുറച്ച് കാര്യം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആൾ തലയും ചുറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആൾക്ക് എല്ലാം അങ്ങ് ഒരുമിച്ച് അങ്ങ് കേട്ട് എല്ലാം അങ്ങ് പറന്നു പോയിട്ടുണ്ടാവും, കിളി പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമാണ് ആളോട് പറയേണ്ടത്. അതല്ലാതെ ഒരു 3 കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാര്യവും നടക്കില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞാണെങ്കിൽ പിന്നെയും ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്? ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നേരെ പോയിട്ട് എന്നിട്ട് ഇങ്ങനെ വളഞ്ഞു പോയി ഇങ്ങനെ മേലെ കയറി 2ാമത്തെ റൂം, അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ബില്ലിംഗ് സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയും കേട്ട് അങ്ങ് ഒഴുകിപ്പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഒന്നും തലയിൽ നിൽക്കാത്ത അവസ്ഥയുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവാറില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇന്ന ഡോക്ടർ എവിടെയാണ്, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന ഡോക്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് വീണ്ടും വഴി ചോദിച്ചിട്ട് വേണം ആ ഒരു റൂമിലെത്താനായിട്ട്. അല്ലാതെ ആദ്യം പറഞ്ഞ ആളുടെ ആ കാര്യവും കേട്ടിട്ട് എനിക്കൊരിക്കലും റൂം കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഹോസ്പിറ്റലിലൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല എന്നുള്ളത് വേറൊരു സത്യം. എനിക്ക് അറിയുന്ന ഹോസ്പിറ്റലിൽ മാത്രം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് കുട്ടികളെയും കൂട്ടിയിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരൊറ്റ സ്ഥലത്താണ്. അവിടെ ഒറ്റയ്ക്ക് പോകാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അല്ലാതെ വേറൊരു സ്ഥലത്തും ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല. പിന്നെ എന്നെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം പല സ്ഥലത്തും പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് മനസ്സിൽ ഒരുപാട് ഫിയറും കൊണ്ടാണ് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ആങ്സൈറ്റി കൂടുന്നുണ്ട് ഒഴിവാക്കിയതുണ്ട്, ചില കാര്യങ്ങൾ ട്രൈ ചെയ്ത് സക്സസ് ആക്കിയതുണ്ട്. അതൊക്കെ വലിയ സ്റ്റോറി. പിന്നെന്താണ്, നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുക ഞാൻ സമയത്തിന് ഒരുപാട് പുറകിലായിപ്പോയി എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. ചെറിയ ടാസ്ക് പോലും നിങ്ങൾക്ക് വലിയ ടാസ്ക്കായിട്ട് തോന്നും. എനിക്കുള്ളൊരു പ്രശ്നം, അതായത് ഒന്ന് പുറത്തേക്ക് പോവണമെങ്കിൽ ഞാൻ പർദ്ദയും മക്കനെയാണ് ഇടുന്നത്. ആ ഒരു സാധനം ഇടാൻ തന്നെ അത് ചെറിയൊരു സ്റ്റെപ്പാണല്ലേ. ഒന്ന് മുഖമൊക്കെ കഴുകി പർദ്ദയും തട്ടവും ഇടാന്നുള്ളത് ചെറിയൊരു കാര്യമാണ്. പക്ഷേ എനിക്കത് വലിയൊരു മലയാണ്. പുറത്തേക്ക് നടക്കാൻ പോകാമെന്നൊക്കെ പറയുന്നത് വലിയ ഭാരമാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ സെൻസറി സെൻസിറ്റിവിറ്റീസ് എനിക്ക് നന്നായിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടായിരിക്കാം. ശബ്ദമായിക്കോട്ടെ, ഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള ടാഗ്, എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ടാഗൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ കുത്തും ചൊറിയും. പിന്നെ എനിക്ക് സ്മെല്ലായി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ തന്നെ വിയർപ്പ് കുറച്ച് നേരം ഡ്രസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ദിവസം തന്നെ 3-4 ഡ്രസ്സ് മാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ വിയർപ്പ് എങ്ങനെയാണ് ഇങ്ങനെ സ്മെല്ല് വരുന്നതെന്നൊക്കെ അത് പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ കുറച്ച് ശ്രദ്ധിച്ചപ്പോൾ വിയർപ്പിൻ്റെ ഗന്ധം കുറഞ്ഞു കിട്ടി. അപ്പോൾ ഡ്രസ്സ് മാറ്റുന്നതും കുറച്ച് കുറഞ്ഞു. പിന്നെ നനഞ്ഞാൽ, ഇപ്പോൾ പാത്രമൊക്കെ കഴുകി ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ മാറ്റും. ഇന്ന് തന്നെ ഞാനിപ്പോൾ ഒരു 3 ടീഷർട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഡ്രസ്സ് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ. അതായത് ബനിയൻ ക്ലോത്ത് ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് മാത്രം, കോട്ടൺ വരുന്നത് അങ്ങനെയൊക്കെ മാത്രമേ ഇടാറുള്ളൂ. വിയർപ്പൊക്കെ വലിച്ചെടുക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അങ്ങനെയൊക്കെ മാത്രമാണ് ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ നമ്മളെ
എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യണം, എല്ലാറ്റിനും നമുക്ക് നമ്മുടെ മുകളിൽ ഒന്ന് കുറ്റിടണം. അതൊക്കെ ADHDൻ്റെ ഒരു നോർമൽ സ്വഭാവമാണ്. പിന്നെ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ ഇവൻറ്റ്സിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ ആകെ ബേൺ ഔട്ടായി പോകുക, എല്ലാം കൂടി ശ്വാസം മുട്ടുന്ന അവസ്ഥ തോന്നുക, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നുക. അല്ലെങ്കിൽ നമുക്കായിട്ടൊരു സേഫായിട്ടുള്ള സ്പേസൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കും, അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എപ്പോഴും ഈ ബേൺ ഔട്ട് അവസ്ഥയിൽ തന്നെ ആയിരിക്കും, തൊട്ടാ പൊട്ടുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ഇരിക്കുക. എപ്പോഴും എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റാണ് ഞാൻ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതെന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല. ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ട് എന്നുള്ളത്. നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങളെപ്പോഴും കോൺസ്റ്റൻ്റ് ഇങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നുണ്ടോ? സിമ്പിൾ ടാസ്ക് പോലും, മറ്റുള്ളവർ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ടോ? പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ടോ? പെട്ടെന്ന് വല്ലാതെ വിഷമത്തിലായി പോകുന്നുണ്ടോ? ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാറുണ്ടോ? അതോ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നോർമലായിട്ട് ടാസ്കുകളൊക്കെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരോട് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൽ ഖേദിക്കാറുണ്ടോ? അയ്യോ അത് പറയണ്ടാന്ന് വിചാരിച്ച കാര്യം തന്നെ പറഞ്ഞു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ ഒരുപാട് പണി വാങ്ങിയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത്. പറയേണ്ടാത്ത കാര്യം തന്നെ കൃത്യമായിട്ട് പോയിട്ട് അതും പറയാൻ പാടില്ലാത്ത ആൾക്കാരോട് തന്നെ പറഞ്ഞു പോവുമായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ടോ? അതായത് ഒരുപാട് വാങ്ങിക്കൂട്ടി, നിങ്ങൾ മറന്നുപോയി, വാങ്ങിപ്പോയി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂടിക്കിടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ടൈം മറന്നു പോകാറുണ്ടോ? എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ടൊരു ഒന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സെൻസറി ഇഷ്യൂസ് ഉണ്ടോ? മണി മാനേജ്മെൻറ്റിൽ പ്രശ്നമുണ്ടോ? മറ്റുള്ളവരോട് ഓവറായിട്ട് സോറി പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ? എപ്പോഴും ഞാൻ തോൽവിയാണ് എന്നുള്ള തോന്നലുണ്ടോ? അതുപോലെ ഹോബീസ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? ഒന്നും ഒരു കറക്റ്റായിട്ടുള്ള ഹോബിയില്ല, എല്ലാറ്റിലും മാറിക്കൊണ്ടേയിരിക്കും. അതായത് ചിലർ പാഷൻ എന്നൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞ് അതിൽ തന്നെ പിടിച്ചു വെക്കുന്നൊക്കെ കാണാമല്ലോ. പക്ഷേ അതല്ലാതെ ഹോബീസ് മാറിക്കൊണ്ടിരിക്കുക, പാഷൻ എന്ന് പറയാൻ ഒന്നും ഇല്ലാതിരിക്കുക, ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണോ? എപ്പോഴും ഡ്രെയിൻഡ് ആയിട്ടാണോ തോന്നുന്നത്? സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ? ആർക്കും നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ലൈഫ് ഇനി അങ്ങോട്ട് എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. നല്ല നല്ല പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും നോട്ട് ചെയ്ത് വെക്കുക. ലൈഫിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത് മെല്ലെ മെല്ലെ നിങ്ങളുടെ നല്ല നല്ല ശീലങ്ങൾ നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, അലാറങ്ങൾ യൂസ് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുക. എല്ലായിടത്തും അലാറം വെച്ച്, അല്ലെങ്കിൽ എന്ത് ജോലിയും മൊബൈലിലൊക്കെ അലാറം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തും അലാറം യൂസ് ചെയ്യുക. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാനാണെങ്കിലും ക്ലീൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് വർക്കാണെങ്കിലും എന്തിനും മുൻപിൽ ഒരു ടൈമർ വെക്കുന്നത് ശീലമാക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം നോക്കിയിട്ട് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചെറിയ കുട്ടികൾക്ക് ഇത് എഫക്റ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ എഫക്റ്റ് ആവുന്ന കുട്ടികളുണ്ടാവും, ഇത് റിസൾട്ട് കിട്ടുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ടൈമർ വെച്ചാൽ ടൈമർ അടിച്ചു കഴിഞ്ഞിട്ടാണ് ആൾക്ക് ആ ഒരു സംഭവം ഓർമ്മ വരിക. അപ്പോൾ അത് കുട്ടികൾക്കത് ലൈഫിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാവാൻ ടൈം ആവശ്യമാണ്. നമുക്കിപ്പോൾ നമ്മുടെ കാര്യം മാത്രം ആദ്യം സംസാരിക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുക. എല്ലായിടത്തും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. ഞാനതിൽ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യമൊക്കെ കിച്ചണിലുള്ള ടൈൽസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൊക്കെ ഞാൻ നമ്മുടെ വൈറ്റ് ബോർഡിന് യൂസ് ചെയ്യുന്ന മാർക്കർ വെച്ചിട്ട് എഴുതുമായിരുന്നു. എനിക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ടായിരുന്നു. സ്റ്റിക്കി നോട്ട്സിൽ എനിക്ക് വേണ്ട പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെയും എഴുതി ഒട്ടിക്കാറുണ്ടായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കുന്ന ടാസ്കുകൾ, ഞാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെയും ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഏരിയാസിൽ മാറി മാറി എഴുതി ഒട്ടിക്കാറുണ്ടായിരുന്നു. അതായത് ഒരു പേപ്പർ കുറച്ച് നാൾ മാത്രമേ എൻ്റെ ശ്രദ്ധയിൽ പെടുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ പേപ്പർ അവിടെ ഉണ്ടാവും, പക്ഷേ ഞാൻ പിന്നെ വായിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റി ഒട്ടിക്കുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒട്ടിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള മെത്തേഡ്സ് നിങ്ങൾക്കും യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്ലാനർ എപ്പോഴും ടേബിളിൻ്റെ മുകളിൽ തുറന്നു വെക്കാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നവർ കേട്ടോ, എല്ലാവർക്കും കഴിയില്ല. പ്രത്യേകിച്ചും കൂട്ടുകുടുംബത്തിലൊക്കെ ആവുമ്പോൾ, അതും ഈ എത്തി നോക്കുന്ന ആൾക്കാരൊക്കെ കൂടെ ജീവിക്കുമ്പോൾ കഴിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ തനിച്ചായിരുന്നു. പ്ലാനർ ടേബിളിൽ വെക്കുന്നത് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഹസ്ബൻഡ് ആദ്യമൊക്കെ കുറച്ച് കളിയാക്കും എന്നല്ലാതെ പിന്നെ മൂപ്പർക്കും ഇതാണ് വർക്കാവുന്നത് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ മൂപ്പരും ഒന്നും പറയാതെയായി.
കാരണം എനിക്കിത് വേണം, എനിക്ക് സ്റ്റെപ്സ് ആവശ്യമാണ് എന്തും ചെയ്യാനായിട്ട്. ഇപ്പോൾ പ്ലാനർ യൂസ് ചെയ്യാൻ പറ്റുന്നവരെന്ത് ചെയ്യുക, പ്ലാനർ യൂസ് ചെയ്യുക. ഞാൻ പ്ലാനറിനുള്ളതിനേക്കാളും ചില സമയത്ത് എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാനർ വേണം. ചില സമയത്ത് ഞാൻ വലിയ ലെഡ്ജർ ബുക്കിലാണ് എഴുതുക, ചിലപ്പോൾ വൈറ്റ് ബോർഡിലാണ് എഴുതുക, ചിലപ്പോൾ ചെറുതായിട്ട് എഴുതിയാലാണ് റിസൾട്ട് കിട്ടുക, ചിലപ്പോൾ വലിയ ആനയുടെ വലുപ്പത്തിലൊക്കെ എഴുതിയാൽ മാത്രമാണ് എനിക്ക് ആ ടാസ്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്ത് മെത്തേഡാണ് ഫലിക്കുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ചിലപ്പോൾ ഒരു പേജിൽ 3 ടാസ്കൊക്കെ മാത്രമേ എഴുതൂ, കാരണം അത് ചെറിയ ടാസ്ക് ആണെങ്കിലും എനിക്ക് വലിയ മല പോലത്തെ ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് എഴുതിയിട്ട് അത് വലിയൊരു ടിക്ക് തന്നെ ഇട്ടുകൊടുക്കും. ഇതൊക്കെ ഒരു ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ഒരാൾ കേട്ടാൽ വട്ടന്മാർ തന്നെ എന്നായിരിക്കും ചിന്തിക്കുക. കുറച്ച് ഇതാണ് ന്യൂറോ ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് വട്ട് എന്നൊക്കെ മറ്റുള്ളവർക്ക് ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, അതാണ് സത്യം. നമുക്ക് എന്താണോ നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ റിസൾട്ട് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ചെയ്യുക. നമുക്ക് റിസൾട്ടാണല്ലോ വേണ്ടത്. നമുക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ടൈം ബ്ലോക്ക്സ്, ഇപ്പോൾ ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ പറയുന്നതാണ്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നതാണ്, ഇപ്പോൾ മൊബൈൽ നോക്കാനൊക്കെ നമ്മൾ ടൈം സെറ്റ് ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് മാത്രം ഫോൺ എടുക്കുക, ആ സമയത്ത് മാത്രം കുക്ക് ചെയ്യുക, ആ സമയത്ത് മാത്രം ടൈം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് ആ ഒരു സമയത്ത് മാത്രം ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആങ്സൈറ്റി കുറക്കാൻ പറ്റും. അതായത് എല്ലാ സമയത്തും എല്ലാ ജോലിയും എന്നല്ലാതെ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുക, ജോലിയുടെ സമയത്ത് ജോലി മാത്രം, കുക്ക് ചെയ്യുമ്പോൾ കുക്കിംഗ് മാത്രം, പോഡ്കാസ്റ്റ് കേൾക്കാനാണെങ്കിൽ ആ ഒരു സമയം മാത്രമായിട്ട് വെക്കാം. ഇനി ബോറടിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്താൽ ടേസ്റ്റൊക്കെ ആണ്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞല്ലോ, കുക്ക് ചെയ്താലും ഞാൻ ടേസ്റ്റിലാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പുറകിൽ എന്തെങ്കിലും കേൾക്കണം അല്ലെങ്കിൽ കാണണം, വെറുതെ ആരെങ്കിലും സംസാരിക്കണം. അതൊരു വ്യക്തി ഉണ്ടായാൽ നല്ലത്. പക്ഷേ നമുക്കത് പോസിബിൾ അല്ലല്ലോ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് പറയും ഫോണിൽ കളിച്ചോ, പക്ഷേ കിച്ചണിലിരുന്നോ, അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ഒരുമിച്ച് അവിടെ ഇരുന്നാൽ മതി. ശരി, എന്നോട് ചോദിക്കാറുണ്ട് പ്രാന്താണോ, കാരണം വെറുതെ ഇരുന്നാൽ മതി, ഹെൽപ്പൊന്നും വേണ്ട, ഞാൻ ചെയ്തോളും. പക്ഷേ അവിടെ ഒരാൾ വേണം. ചിലപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങനെ കുക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്ലീനിങ്ങിനൊക്കെ വെറുതെ കുട്ടികളെ കൂട്ടും. കുറച്ച് ചിലപ്പോൾ വെള്ളമൊക്കെ നിലത്ത് പോയാലും ഒച്ചപ്പാട് എനിക്ക് വേണം ചില സമയത്ത്. പക്ഷേ ചില സമയത്ത് ഓവർവെൽമിങ് ആയിക്കഴിഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്ത് വരുന്നതും എനിക്ക് ശരിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ശബ്ദമൊക്കെ ഉണ്ടായാലാണ് നിങ്ങൾക്ക് ടാസ്കുകൾ ചെയ്യാൻ പറ്റുകയെന്നാണെങ്കിൽ പോഡ്കാസ്റ്റൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വ്ളോഗൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ചെയ്യാം. ചില ദിവസങ്ങളിൽ എനിക്ക് വർക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും എന്തെങ്കിലും വേണം. ചില ദിവസം എനിക്കൊരു സാധനവും എനിക്ക് ഓണാക്കി വെക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കും വേണ്ട, കാണും വേണ്ട, ഞാൻ എൻ്റെ കാര്യം ചെയ്തോളാം എന്നുള്ള ലെവലിലായിരിക്കും ഞാൻ ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നത്, ടൈം ബ്ലോക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓരോന്നും അതിൻ്റെ സമയത്ത് മാത്രം ചെയ്യുക. ADHDക്കാർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മാറിപ്പോവും, ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തു പോകും, ചിലപ്പോൾ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകലാണ് നല്ലത്. ഇന്ന സമയത്ത് ഇന്നത് മാത്രം എന്ന രീതിയിലൊക്കെ കൊണ്ടുപോകലാണ് നല്ലത്. ഇത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്ന് തീരുമാനിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വിടാനായിട്ട് നമ്മൾ നോക്കുക. ടൈറ്റ് സ്കെഡ്യൂൾ നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് തീരെയും നല്ലതല്ല. അതുപോലെ സഹായം ചോദിക്കേണ്ട അടുത്ത് സഹായം ചോദിക്കുക. ഫാമിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റുട്ടീനല്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീനൊക്കെ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീട്ടിലുള്ള ടാസ്കുകൾ ഡെലഗേറ്റ് ചെയ്ത് ചെയ്യുക. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാതെ കഴിയുന്നത് പോലെ മറ്റുള്ളവരെയും കൂടി ഏൽപ്പിക്കുക. പെർഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റുക. ജീവിതം മുന്നോട്ട് പോകാനുള്ള എളുപ്പം ലൈഫിൽ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വേണമെന്ന്. ചിലപ്പോൾ വ്ളോഗായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും വെറുതെ ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കുന്ന എന്തെങ്കിലും വീഡിയോ ആയിരിക്കാം. എന്തെങ്കിലും ഓണാക്കി ഇടണം എന്ന് പറഞ്ഞല്ലോ, അതിന് ബോഡി ഡബിളിംഗ് എന്നാണ് പറയുക. ബോഡി ഡബിളിംഗ്, അതായത് ഒരാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊടുത്തുകൊണ്ട് ഞാനും വർക്ക് ചെയ്യും. എല്ലാ ടാസ്കും പരമാവധി സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. സ്വന്തത്തോട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. ഷെയിം ചെയ്യുന്നത് നിർത്തുക. നിനക്കത് പറ്റുന്നില്ലല്ലോ, നിനക്കിത് പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് സ്വയം തന്നെ സംസാരിക്കുന്നത് ഫുള്ളായിട്ട് നിർത്തുക. നിങ്ങൾ നിർത്തിയാലേ മറ്റുള്ളവരും നിർത്തുള്ളൂ. പിന്നെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം. ഡോപ്പമിൻ റിലീസ് ആവണമെങ്കിൽ എക്സസൈസ് മസ്റ്റാണ്. ചെറിയ ചെറിയ വിൻസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. തെറാപ്പി, കോച്ചിങ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ റീചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അതായത് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് നിർബന്ധമായും ചെയ്യുക. ഒരു ടാസ്ക് തന്നെ
ഒരു 100 ടാസ്ക്കായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കി എഴുതിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാറ്റിവെക്കൽ എന്ന് പറയുന്ന സംഗതി ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യലാണെങ്കിലും അതൊരു വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഞാൻ അതിൻ്റെ കുഞ്ഞ് സ്റ്റെപ്പ് വരെ ലിസ്റ്റാക്കാറുണ്ട്. ലിസ്റ്റാക്കിയിട്ട് ഓരോന്നും ചെയ്യുന്നതിന് ടിക്കിടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് എനർജി കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് ഒരൊറ്റ ടാസ്ക്കായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് വലിയ മലയാണ്, ഈ മല കയറാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ പുറത്തേക്ക് നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോന്നും സെപ്പറേറ്റ്. അതായത് ഇപ്പോൾ ഫേസ് കഴുകുക, ടിക്ക്. അതിപ്പോൾ പുറത്ത് പോകുമ്പോൾ വീട്ടിൽ ഇട്ട ഡ്രസ്സ് ഉണ്ടാവും, അപ്പോൾ ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. അപ്പോൾ അത് ടിക്ക്. അത് കഴിഞ്ഞിട്ട് പർദ്ദ, ടിക്ക്. ഷോൾ ഇടുക, ടിക്ക്. ഷൂസ് ഇടുക, ടിക്ക്. അത് തന്നെ. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളായി. നിങ്ങളിലുള്ള ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളിലുള്ള ഈ പ്രശ്നങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നതിനേക്കാളും ഇത് തമാശയായിട്ട് എടുക്കുക. ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ കൂടുതൽ ഇത് തമാശയാക്കിയിട്ടാണ് മാറ്റുന്നത്. കുറേയൊക്കെ തമാശയായിട്ടങ്ങ് പോവും, ചിരിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇടയ്ക്ക് സീരിയസ് ആയി പോകുന്ന അവസ്ഥകളുണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നല്ലാതെ ADHDയുടെ കാര്യത്തിൽ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ടിപ്സും ട്രിക്സും മനസ്സിലാക്കലും തന്നെയാണ് നല്ല വഴി. പരസ്പരം നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നല്ല തമാശയിലൂടെ അടിപൊളിയായിട്ട് ജീവിച്ച് പോകാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു തിരിച്ചറിവായിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചും ഫാമിലി ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരാണ് രഹസ്യമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ. നമ്മൾ രഹസ്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഓരോന്നും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നതാണ്, അല്ലാതെ എൻ്റെ പ്രശ്നമല്ല, ഞാനായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്നതല്ല എന്നൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. വീഡിയോസ് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പരമാവധി നോക്കുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് ചെയ്യുമ്പോൾ, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് അല്ലേ. നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആണോ ഇഷ്ടം, അതോ പോഡ്കാസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ആണോ ഇഷ്ടം? ഷോർട്ടായിട്ടുള്ള വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് ഇനി കേൾക്കണം എന്ന് ആഗ്രഹമുള്ള വീഡിയോ ഏതാണ്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, മറ്റൊരു നല്ല പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.